ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ അവധി ആയതുകൊണ്ട് ഇത്തിരി ലേറ്റായിട്ട് എഴുന്നേറ്റിരിക്കുന്നത്. ഇതിപ്പോൾ ഓഗസ്റ്റ് 15-നാണ് ഞാനിത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അന്ന് അവധിയായിരുന്നല്ലോ. അപ്പോൾ ഒരു 6:30 ആയപ്പോഴാണ് എഴുന്നേറ്റത്. അപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ നമ്മുടെ തട്ടകത്തിലേക്കാണല്ലോ വരുന്നത്, അടുക്കളയിലേക്ക്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചിട്ട് ഇന്നൊരു സെൽഫ് കെയർ ഡേ ആണ്. അപ്പം ഞങ്ങൾക്കിവിടെ അടുത്തൊരു സലൂൺ തുടങ്ങിയിട്ടുണ്ട്, ഒരു യൂണിസെക്സ് സലൂണാണ്. അപ്പം ഞാനും എൻ്റെ ഇളയ പുത്രനും കൂടെ അവിടെ പോകാം, ഒരു ഹെയർ കട്ടൊക്കെ ചെയ്യാം എന്നുള്ള ഞങ്ങൾ തലേന്ന് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം അതുകൊണ്ട് രാവിലെ ദോശയുടെ മാവിരിപ്പുണ്ട്. ദോശ ഉണ്ടാക്കി എളുപ്പത്തിലൊരു ടൊമാറ്റോ ചട്നിയും ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇത് ഞാനിന്ന് എയർ ഫ്രയറിലാണ് ഈ ടൊമാറ്റോ ചട്നി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് പാനി ചെയ്യാൻ പറ്റും, പക്ഷേങ്കിൽ ഇതിപ്പം എണ്ണയൊന്നും ഇല്ലാതെ കുറച്ചുകൂടി ഹെൽത്തി വേർഷനായിട്ട് ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് ഇങ്ങനെ ചെയ്തത്. ഒരു ചേഞ്ച് വേണമല്ലോ ഇടയ്ക്ക്. അപ്പോൾ ഇത് നമുക്കങ്ങനെ വലിയ തീരെ ചെറിയ പീസൊന്നും ആക്കണ്ട കേട്ടോ, കണ്ടം തുണ്ടം വെട്ടിയാൽ മതി. അപ്പോൾ ഇത് ഒരു സവാളയും ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ എയർ ഫ്രയറിലേക്ക് ഇടുക. ഒരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റത്തേക്കാണ് ഞാൻ ടൈം സെറ്റ് ചെയ്തത്. പക്ഷേ 10 മിനിറ്റ് വെച്ചാലും നമ്മൾ ഇടയ്ക്കൊന്ന് എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ ചിലപ്പം അതെല്ലാ വശവും ഒരുപോലെ മൂക്കത്തില്ല. ഒരു വശം മാത്രം അങ്ങനെ കരിഞ്ഞു പോകും, മറ്റേ വശം ചിലപ്പോൾ മൂക്കാതെയും വരും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് എടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുറന്നപ്പോഴാണ് ഞാൻ മുളക് ഇട്ടിട്ടില്ലെന്ന് കണ്ടത്. അപ്പോൾ ഞാൻ ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ അധികം എരിവ് വേണ്ട, അപ്പോൾ അത് കാരണമാണ് ഞാൻ 3 വറ്റൽമുളക് ഇട്ടത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മുളക് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് ഒരു മുളകിൻ്റെ മണം വരുമല്ലോ, വരുമ്പോഴത്തേനും അത് മൂത്തുന്നാണല്ലോ അർത്ഥം. അപ്പോൾ അത് തുറന്നിട്ട് ആ മുളകെടുത്ത് ഞാൻ ആദ്യം അങ്ങ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് മാറ്റി ബാക്കിയെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും എയർ ഫ്രയർ കയറ്റി വെച്ച് വീണ്ടും അത് നടന്നോളും. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഈ ഉള്ളി ഒന്ന് കാരമലൈസ് ആവണം. അത് ഭയങ്കരമായിട്ട് കാരമലൈസ് ആവേണ്ട, ചെറുതായിട്ട്. അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ, ലൈറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നുടനെ ഓഫ് ചെയ്യുക. ഉള്ളി ആ കാരമലൈസ് ചെയ്യുന്നതിലാണ് ശരിക്കും ഈ ചട്നിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. ഇപ്പം പാന് ചെയ്യേണ്ടവരാണെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ സ്വല്പം എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഇതുപോലെ ഉള്ളി ഒന്ന് കാരമലൈസ് ചെയ്ത് പിന്നെ ടൊമാറ്റോ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്താൽ മതി. പക്ഷേങ്കിൽ എനിക്ക് ഈ എയർ ഫ്രയർ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ഈ ഒരു ചട്നിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് കേട്ടോ. ഞാൻ പക്ഷേ ഇതിലിപ്പം ഒരു സ്വല്പം ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ആ ഒരു എണ്ണയുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ. കാരണം എണ്ണയുടെ ടേസ്റ്റ് ഇച്ചിരി വന്നില്ല, ഒരു സുഖമില്ലെന്ന് തോന്നുന്നു. അധികം ഇപ്പം നമ്മൾ വഴറ്റാൻ ഉപയോഗിക്കുന്ന പോലെ ഒന്നും എണ്ണ ഒഴിക്കില്ല, കുറച്ച് എണ്ണ, വളരെ കുറച്ച് എണ്ണ അതിനകത്തോട്ട് നെറ്റിച്ച് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതിപ്പോൾ ഞാനൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക. അപ്പോൾ ആറിക്കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഒത്തിരി അരഞ്ഞു പോകരുത്. നമ്മൾ ജസ്റ്റ് മറ്റേ പൾസ് ബട്ടൺ ഒരു 3-4 പ്രാവശ്യം ഞെക്കുമ്പോൾ അത് ക്രഷ് ആവുമല്ലോ. അപ്പം തക്കാളി വെന്തിട്ടുള്ളതുകൊണ്ട് തക്കാളി അരയുകയും ചെയ്യും, എന്നാൽ ഈ ഉള്ളി ഒത്തിരി അങ്ങ് അരഞ്ഞു പോവുകയും വേണ്ട. ഉള്ളി ഒരിത്തിരി ഇങ്ങനെ കടിക്കാനായിട്ട് അതിനകത്ത് കിടക്കണം. ഇന്ന് ക്രഷ് ചെയ്യുമ്പം നമുക്കിങ്ങനെ കുറച്ചിങ്ങനെ ഉള്ളി കിടക്കുന്ന പോലെ വരും. ബാക്കി ഉള്ളി അരയാതെ, മീൻസ് അരഞ്ഞും കുറച്ച് അരയാതെയും കിടക്കുന്ന ആ ഒരു ടൈപ്പിൽ കിട്ടണം. അങ്ങനെ കഴിക്കുമ്പോഴാണ് കേട്ടോ ഇതിന് ടേസ്റ്റ്. ഇത് നല്ല ചൂടായിട്ട് നല്ല ദോശ നല്ല മുരുമുരേന്ന് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ ചട്നി കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ്. ഇഡ്ഡലിയുടെ കൂടെ നല്ലതാണ്, പക്ഷേങ്കിൽ എനിക്ക് പേഴ്സണലി ദോശയുടെ കൂടെ, അത് നല്ല മുരിഞ്ഞ ദോശയുടെ കൂടെ ഇത് കഴിക്കുന്നതാണ് ഇഷ്ടമേ. അപ്പം ഞങ്ങളിപ്പം ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് തിരിച്ച് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഇനിയും ഇന്ന് അവധിയൊക്കെ അല്ലേ, ഇനി തിരക്കായിരിക്കുമോ തിരക്കില്ലയോ ഒന്നും അറിയില്ല. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തതൊക്കെ 10 മണിക്ക് ഇറങ്ങി ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് വരാമായിരിക്കുമല്ലോ. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് സൊമാറ്റോയിൽ നിന്ന് ഓർഡർ കൊടുക്കാം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് ഇരുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് നിങ്ങൾ ക്ലീൻ ചെയ്തേക്കാമെന്ന് വെച്ചു. അപ്പം വീടെല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ട് പോയാൽ പിന്നെ പകുതി സമാധാനമുണ്ടല്ലോ. മറ്റെല്ലാം തിരിച്ച് വന്ന് കഴിയുമ്പോൾ ക്ലീൻ ചെയ്യാൻ നിൽക്കണം. അപ്പം ഞങ്ങൾക്ക് സിംബ ഉള്ളതുകൊണ്ട് അവൻ്റെ കൂടെ ഇഷ്ടംപോലെ അകത്തിങ്ങനെ കയറുന്നുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്തില്ല, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആ ഫ്ലോറിലെല്ലാം കാണാം ഇങ്ങനെ പൂട കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുവേ. അപ്പം ഞാൻ ഈ ചൂലുകൾ വെച്ച് എനിക്ക് ഈ പരീക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ പുൽച്ചൂല് വാങ്ങിക്കും, ഈർക്കിലിച്ചൂല് വാങ്ങിക്കും, അങ്ങനെ ഓരോന്ന് വാങ്ങിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈർക്കിലിച്ചൂല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പേരയ്ക്കകം തൂക്കാൻ. അപ്പം ഞാൻ പോകുന്നതിന് മുന്നേ ഈർക്കിലിച്ചൂലൊക്കെ മേടിച്ച് വെച്ചതായിരുന്നു, ഞാൻ അകം തൂത്തോണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നോക്കാൻ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചേച്ചി അതിൻ്റെ അറ്റമെല്ലാം വെട്ടിയിട്ട് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാനെടുത്തു. പിന്നെ ഞാൻ ഓർത്തു, ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല, കാരണം ചേച്ചി നമ്മളെ സഹായിക്കാൻ ചെയ്തതല്ലേ. അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ വീണ്ടും ചൂല് നോക്കാൻ പോയപ്പോഴാണ് ആ കടയിൽ ഇത്തരം ബ്രഷ് ഇരിക്കുന്നത് കണ്ടത്. ഇത് മറ്റേ അടിയിൽ മറ്റേ മൈക്രോ ഫൈബർ വരുന്ന സംഭവമാണ്. ഇതിട്ട് തൂക്കാൻ നല്ല രസമാണ്.
പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് പോകാൻ പറ്റും. പൊടിയെല്ലാം പെട്ടെന്ന് പോരും. അതുപോലെ ഈ പൂടയും മുടിയൊക്കെ ഉള്ളതുണ്ടല്ലോ, എല്ലാം ഇതിനടിയിൽ ഇങ്ങനെ അങ്ങ് പറ്റി പിടിച്ചിരുന്നോളും. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ തൂക്കുമ്പോൾ എന്താ മുടി ഒരു വശത്തോട്ട് പറക്കും, പൊടി മറ്റേ പൂടയൊക്കെ ഉണ്ടെങ്കിൽ അത് വേറൊരു വശത്തോട്ട് പറക്കും. ഇതങ്ങനില്ല, എല്ലാം നമുക്കിതിനൊപ്പം തന്നെ കിട്ടുമേ. നല്ല സുഖമായിട്ട് പോകാം. പിന്നെ ആകെ ഉള്ളൊരു എനിക്ക് പ്രശ്നം തോന്നിയത് വെള്ളം വല്ലതും കിടപ്പുണ്ട്, അതിനകത്ത് കയറി കഴിഞ്ഞാൽ പൊടിയെല്ലാം കൂടെ അതിലങ്ങ് ഒട്ടിപ്പിടിക്കുമല്ലോ. അതിപ്പോൾ ഈ ചൂലെന്നല്ല, ഏത് ചൂലായാലും അതൊക്കെ തന്നെയാണല്ലോ അവസ്ഥ. പക്ഷേ ഇത് പെട്ടെന്ന് പണി തീരും. പിന്നെ എനിക്ക് ക്ലീനിങ് ഒരിത്തിരി ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിട്ട് തൂക്കാൻ നല്ല രസമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് വെച്ച് പെട്ടെന്ന് നമ്മൾ ഓടിച്ചങ്ങ് തൂത്ത് കഴിഞ്ഞാൽ വേഗം പണിയും കഴിയും. നമ്മളിങ്ങനെ നടക്കുമ്പോൾ കാലിലൊന്നും പൊടിയും പറ്റില്ല, നല്ല വൃത്തിയാവുകയും ചെയ്യും. ഇത് അധികം വലിയ വിലയൊന്നുമില്ല. ഞാനിവിടെ ഉള്ള അടുത്തുള്ള ഒരു കടയിൽ തന്നെ വാങ്ങിച്ചു. അപ്പോൾ വലിയ വിലയും വരുന്നില്ല. വില എത്രയെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. എന്തായാലും 300 രൂപ താഴെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാനിതിട്ടാണ് തൂക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നല്ലോ സെൽഫ് ലവിനെ പറ്റി. ഈ സെൽഫ് കെയർ എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. നമ്മൾ വൃത്തിയായും ഭംഗിയായും ഇരിക്കുക എന്നുള്ളത് നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു തെളിവാണ്. നമ്മൾ ഇതൊന്നും ചെയ്യുന്നത് നമ്മൾ വേറെ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. നമ്മൾ നമുക്ക് കാണാൻ വേണ്ടി, നമുക്ക് ആസ്വദിക്കാനും വേണ്ടിയിട്ടും ആവണം. അപ്പോൾ പിന്നെ എല്ലാം ശരിയായിക്കോളും. ഇപ്പം പാർലറിൽ പോകാൻ താല്പര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ വീട്ടിലിത് ചെയ്യാം. വീട്ടിൽ ഫേഷ്യൽ ചെയ്യാം. അല്ലെ അവർക്ക് എന്താ പറയുക, അങ്ങനെ ചെയ്യാൻ അറിയാവുന്നവർ. എനിക്ക് അങ്ങനെ ചെയ്യാൻ വലിയൊരു കഴിവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാർലറുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒമാനി വെച്ചായിരുന്നപ്പോൾ എനിക്കൊരു ചങ്കുണ്ടായിരുന്നു. അവളായിരുന്നു ഇതെല്ലാം ചെയ്തു തരുന്നത്. അവൾ ഒരു പാർലർ നടത്തുക. അപ്പോൾ അവളുടെ അടുത്ത് പോയി അവളിതെല്ലാം എനിക്ക് വൃത്തിയായിട്ട് ചെയ്തു തരുമായിരുന്നു. പിന്നെ നാട്ടിൽ വന്ന് 3 വർഷമായി. അതിൽ പിന്നെ ഞാനങ്ങനെ ഫേഷ്യലൊന്നും ചെയ്തിട്ടില്ല. കാരണം എനിക്ക് പലപ്പോഴും ചെയ്തിട്ട് പണി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ സലൂൺ നല്ലതായിരുന്നു. ഞാൻ അവിടെ ചെന്ന് അവരോട് എൻ്റെ കൺസേൺ പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞു നമുക്ക് ആയുർവേദിക് ഉണ്ട്, അത് ചെയ്യാം. അങ്ങനെ ആയുർവേദിക്കാണ് ചെയ്തത്. കുഴപ്പമൊന്നുമില്ല, നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു അവർ ചെയ്തിട്ട്. അപ്പോൾ അടുത്ത ദിവസം എനിക്ക് കുരുവോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഹെയർ കട്ടും നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ലെയർ കട്ടാണ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ അവസാനം ആഡ് ചെയ്തിട്ടുണ്ട്, വീഡിയോയുടെ അവസാനമേ. അപ്പോൾ ഇതിതാ ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, നല്ല മുരിഞ്ഞ ദോശയുടെ കൂടെ ഈ ചമ്മന്തി നല്ലത്. അപ്പോൾ അതൊന്ന് നല്ല മുരിഞ്ഞ് കിട്ടണമെങ്കിൽ അത്യാവശ്യം നന്നായി നെയ്യ് വേണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നെയ്യ് ഒഴിച്ചെടുക്കുന്നത്. എനിക്ക് ഇത്രയും നെയ്യൊന്നും ചേർക്കാറില്ല. അപ്പം നെയ്യ് ഒഴിച്ചിട്ട് ദോശയൊന്ന് പരത്തി പിന്നെ അതിൻ്റെ മുകളിൽ നല്ലോണം നെയ്യ് ഒഴിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം നമുക്ക് മറിച്ചിടുമ്പം ആ ഒരു നല്ല മുരിഞ്ഞ ഒരു എഫക്റ്റിൽ ദോശ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദോശയൊക്കെ റെഡിയാക്കി എല്ലാവരും കഴിച്ചിട്ട് പിന്നെ ഞാനും മോനും കൂടെ പുറത്ത് വന്നു വെച്ചു. മൂത്ത ആൾക്ക് അവൻ എക്സാം നടക്കുക. അപ്പോൾ അതുകൊണ്ട് അവനിപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു. മോൾക്കാണേലും ഇപ്പം എന്തായാലും അവളുടെയും ഹെയർ കട്ടൊന്നും ഇപ്പോൾ നോക്കുന്നില്ല. അതുമല്ല ഞാൻ ഓർത്തു ഞാൻ പോയി നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മുടെ മുടിയിലല്ലേ പറ്റുള്ളൂ. അവളുടെയൊക്കെ മുടി കൊണ്ട് വെച്ചിട്ട് പിന്നെ അവസാനം കുളമായി പോയാലോ എന്നൊരു പേടി. അപ്പോൾ അത് കാരണം ഞാൻ ഓർത്ത് ആദ്യം ഞാൻ പോയി പരീക്ഷിക്കാം, നല്ലതാണെങ്കിൽ പിന്നെ അവളെയും കൊണ്ടുപോയി അവൾക്കും ഇതെല്ലാം ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വെച്ചു. മുടിയൊക്കെ കട്ട് ചെയ്യുന്നത്, അവൾക്ക് ഹെയർ കട്ട് മാത്രമേ ചെയ്യാറുള്ളൂ, വേറെ അല്ലാതൊന്നും ചെയ്യാറില്ല. കൊച്ചല്ലേ, കുറച്ചുകൂടെ ഒക്കെ ആവട്ടെ. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി ദോശയൊക്കെ കഴിച്ച് ഞങ്ങൾ 10 മണിയാകുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷെ 1 മണിക്ക് തിരിച്ച് വരാമെന്നുള്ള പ്ലാനൊക്കെ തെറ്റിപ്പോയി. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ 2:30 കാരണം ഫേഷ്യലിന് കുറച്ച് കൂടുതൽ ടൈം എടുത്തു. പാവം എൻ്റെ മോന്, അവൻ അവിടെ ഇരുന്ന് സ്റ്റാമ്പായി. പിന്നെ നിവൃത്തിയില്ലല്ലോ, അമ്മ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ പുള്ളി അവിടെ അങ്ങ് ഇരുന്നു ക്ഷമിച്ച്. അപ്പോൾ ഇതാണ് എൻ്റെ ബിഫോർ വീഡിയോ കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഒന്ന് വീഡിയോ എടുപ്പിച്ചാണ്. ഇതാണ് എൻ്റെ ഇളയ സന്താനം. അപ്പോൾ അവൻ്റെ ഹെയർ കട്ട് ചെയ്ത സമയം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്താൽ. ഇതിപ്പോൾ അതാ ലെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം, പുതിയ വിശേഷങ്ങളും പുതിയ വർത്തമാനങ്ങളുമായി. അപ്പോൾ അതുവരെ ബായ്. എല്ലാവർക്കും ലവ് യു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.